2018 ഫെബ്രുവരി മാസം 13-ാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അതിനു മുന്നേ തന്നെ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന കുറേ പ്രശ്നങ്ങൾ ഉടമ്പടി എടുക്കാതെ തന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവ് എനിക്ക് നടത്തി തരികയും എൻ്റെ കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുകയും ചെയ്തതിനെ തുടർന്നാണ് ഞാൻ ഈ ഉടമ്പടി ഇവിടെ വന്ന് എടുത്തത്. 2018 ഞാൻ ഫെബ്രുവരിയിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ അതിൽ 6 നിയോഗങ്ങൾ ഞാൻ എഴുതിയിരുന്നു. പക്ഷേ എൻ്റെ മാതാവ് ഞാൻ എഴുതിയ ഉടമ്പടിയുടെ നിയോഗങ്ങളെ പ്രയോറിറ്റി അനുസരിച്ചിട്ട് അല്ല ചെയ്തത്. മാതാവിനൊരു പ്രയോറിറ്റി ഉണ്ടായിരുന്നു. ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ മാതാവിൻ്റെ പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ് മാതാവ് കാര്യങ്ങൾ നടത്തി തരിക. അതിൽ 1-ാമത്തെ നിയോഗം ഞാൻ വെച്ചിരുന്നത്, ഞാനൊരു അധ്യാപികയാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ അധ്യാപികയായിട്ട് ഇവിടെ തന്നെ ജോലി ചെയ്യുന്നു. എനിക്ക് എൻ്റെ ഭർത്താവ് വിദേശത്താണ്. അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് വിദേശത്ത് പോയി ഒരുമിച്ച് താമസിച്ച് ജോലി ചെയ്ത് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുമായിട്ട് ജീവിക്കണം എന്നായിരുന്നു 1-ാമത്തെ നിയോഗം. പക്ഷേ ഒരു പ്രതീക്ഷയുമില്ലാതെയാണ് ഞാൻ ആ നിയോഗം വെച്ചത്. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് മെയ് മാസത്തിൽ പെട്ടെന്ന് തന്നെ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് 3 മാസത്തെ ഒരു വിസിറ്റ് വിസ എടുത്തു തരികയും ഞാൻ നേരിട്ട് അവിടെ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും സാധിക്കുകയുണ്ടായി. പക്ഷേ അവിടെ ചെന്നെങ്കിലും 4-ാമത്തെ ദിവസം ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എനിക്കൊരു സ്കൂളിൽ ജോലി കിട്ടി. പക്ഷേ എനിക്ക് എന്തുകൊണ്ടോ ആ ജോലി ചേരാൻ എനിക്ക് തോന്നിയില്ല. ഞാൻ എൻ്റെ ഹസ്ബൻഡോട് പറഞ്ഞു ഞാൻ ജോലി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നിന്നിട്ട് പിന്നെ ഒരു 10-25 സ്കൂളുകളിൽ ഞാൻ ഓൺലൈനിൽ അപ്ലൈ ചെയ്തു. ഒരൊറ്റ സ്കൂളിൽ നിന്നും എന്നെ വിളിച്ചില്ല. എനിക്ക് ഓരോ ദിവസം കഴിയുമ്പോൾ എൻ്റെ വിസയുടെ ദിവസം കുറഞ്ഞു വരികയാണ്. ഓരോ ദിവസം രാവിലെ ഹസ്ബൻഡ് വൈകിട്ട് വന്നിട്ട് ചോദിക്കും ആരെങ്കിലും വിളിച്ചോ? ഇല്ല എന്ന് പറയും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന സ്കൂളിലേക്ക് നീ ഒന്ന് വിളിച്ച് ചോദിക്കൂ, അവിടെ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു സ്കൂളിലേക്ക് അപ്ലൈ ചെയ്തിട്ട് എങ്ങനെ അങ്ങോട്ടേക്ക് വിളിച്ച് ചോദിക്കാൻ നാണക്കേടില്ലേ എന്ന് പറഞ്ഞു. അതൊന്നും നോക്കണ്ട, വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞാൻ മെയിലിൽ അയച്ചിരിക്കുന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻ അവർ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ ഇത്രയും ദിവസമായിട്ട് ഞങ്ങൾ നോട്ട് ചെയ്തിട്ടില്ല. പക്ഷേ അന്ന് തന്നെ അവർ പറഞ്ഞു നാളെ തന്നെ നിങ്ങൾ ഇൻ്റർവ്യൂവിന് വന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പിറ്റേ ദിവസം തന്നെ ആ സ്കൂളിൽ ഇൻ്റർവ്യൂവിന് പോയി. അന്നേരം തന്നെ അവരെനിക്ക് സെലക്ഷൻ ആകും എന്ന് പറഞ്ഞെങ്കിൽ അവർ പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞു. പറഞ്ഞ ദിവസം കഴിഞ്ഞിട്ടും അവരെനിക്ക് റിപ്ലൈ തന്നില്ല. 3-ാമത്തെ ദിവസം ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതുവരെയും സെലക്ഷൻ ലിസ്റ്റ് വന്നിട്ടില്ല, നിങ്ങൾ ഒന്നുകൂടെ 2 ദിവസം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. 3-ാമത്തെ ദിവസമായിട്ടും അവർ വിളിച്ചില്ല. 3-ാമത്തെ ദിവസം വളരെ പ്രയാസപ്പെട്ട് എൻ്റെ ഹസ്ബൻഡ് ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് കാറിൽ കയറി ഡ്രൈവ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴേക്കും ഡാഷ്ബോർഡ് തുറന്നു പോയി. അതിൽ ഞാൻ ഒരു കൃപാസനം പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു. ആ പേപ്പർ ഉൾപ്പെടെ കുറേ പേപ്പറുകൾ താഴെ വീണു. അദ്ദേഹം പെട്ടെന്ന് എനിക്ക് കൃപാസനം പേപ്പർ എടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് പ്രാർത്ഥിച്ചു, ഞാൻ ഇവിടുന്ന് ഓഫീസിലെത്താൻ എനിക്ക് 20 മിനിറ്റ് സമയമുണ്ട്, ആ സമയത്തിനുള്ളിൽ എനിക്കൊരു മറുപടി കിട്ടിയിരിക്കണം മാതാവേ എന്ന് പറഞ്ഞ് അദ്ദേഹം വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. അദ്ദേഹം ഓഫീസിൽ ചെന്നു. കാർ ലോക്ക് ചെയ്ത് ഓഫീസ് റൂം തുറക്കുന്നതും അദ്ദേഹത്തിൻ്റെ ഫോണിൽ കോൾ വന്നു, ഞങ്ങൾ ഇന്ന സ്കൂളിൽ നിന്നാണ് വിളിക്കുന്നത്, നിങ്ങളുടെ വൈഫിനെ സെലക്ഷൻ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് 1/2 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ കയ്യിൽ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 90 ദിവസത്തെ വിസ എടുത്ത് പോയാൽ ഞാൻ 45-ാമത്തെ ദിവസം ഞാൻ തിരിച്ച് നാട്ടിൽ വന്നു. വളരെ സന്തോഷമായി എൻ്റെ ഓഫർ ലെറ്റർ ഞാൻ കയ്യിൽ വാങ്ങിച്ചുകൊണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോഴും എനിക്ക് പ്രശ്നങ്ങളായിരുന്നു. എൻ്റെ വിസ എനിക്ക് ചേഞ്ച് ചെയ്യണം, എൻ്റെ ഹസ്ബൻഡ് വിസയിലോട്ട് മാറണമെങ്കിൽ എനിക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യണം. ആ സമയമാണ് ഇവിടുത്തെ വെള്ളപ്പൊക്കവും പ്രശ്നങ്ങളും. ആകെ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ കുട്ടനാടാണ്. അവിടെ നിന്ന് എനിക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഒരു മാർഗ്ഗവും ഇല്ല, കാരണം കംപ്ലീറ്റ് ഓഫീസുകൾ വെള്ളത്തിലാണ്. പക്ഷേ എങ്ങനെയോ എനിക്കറിയില്ല, മാതാവ് എനിക്ക് അത്ഭുതം പ്രവർത്തിച്ചു, എനിക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടി. പക്ഷേ ഇതെനിക്ക് ട്രിവാൻഡ്രം UAE എംബസിന്ന് അറ്റസ്റ്റ് ചെയ്ത് കിട്ടണമെങ്കിൽ 18 ദിവസം വേണമെന്നാണ് പല ഏജൻറ്റുമാരും പറഞ്ഞത്. എനിക്കാണെങ്കിൽ ഓഗസ്റ്റ് 30-ാം തീയതി എനിക്ക് ദുബായിലെ സ്കൂളിൽ ഞാൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ് എനിക്ക് ഓഫർ ലെറ്റർ തന്നിരിക്കുന്നത്. അങ്ങനെ ഞാൻ എങ്ങനെ ശ്രമിച്ചാലും ഇത് 18 ദിവസങ്ങളിൽ അറ്റസ്റ്റ് ചെയ്ത് എനിക്ക് കിട്ടത്തില്ല. പക്ഷേ ഒരാൾ നേരിട്ട് ട്രിവാൻഡ്രത്ത് ചെന്നു, എനിക്ക് വേണ്ടിയിട്ട് ഒരാൾ നേരിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും 18 ദിവസം എന്ന് പറഞ്ഞ അറ്റസ്റ്റേഷൻ 18 മണിക്കൂർ കൊണ്ട് എനിക്ക് അറ്റസ്റ്റ് ചെയ്ത് കിട്ടി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഇവിടുന്ന് വിസിറ്റിന് പോകുന്നത് മെയ് 30-ാം തീയതിയാണ്. ഞാൻ 28-ാം തീയതി രാവിലെ ഇവിടെ കുർബാന കണ്ടിട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ വന്നപ്പോഴത്തേക്കും എൻ്റെ 2 കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് വന്നത്. ഇതെൻ്റെ മൂത്ത മോനാണ്. ഇവൻ അങ്ങനെ അച്ഛൻ കുർബാന എല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ അവിടെ മൊത്തത്തിൽ പറഞ്ഞു ആർക്കെങ്കിലും തലയെ തൊട്ട് പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ വന്ന് നിൽക്കാം, ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ അച്ഛനെ ചെന്നു, കുറേ നേരം നിന്നിട്ട് അച്ഛനെ കണ്ടു. അച്ഛൻ എൻ്റെ തലയെ തൊട്ട് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ എൻ്റെ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ ഇവൻ്റെ തലയിൽ കൂടെ ഒന്ന് കൈതൊട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അച്ഛൻ തലയെ തൊട്ട് കൈ പ്രാർത്ഥിച്ചോണ്ട് വെച്ചോണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ഇവൻ എന്തിനാണ് കണ്ണാടി വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. എൻ്റെ മോൻ നേരത്തെ കണ്ണാടി വെക്കുന്നുണ്ടായിരുന്നു. ഈ മോൻ ജനിച്ചപ്പോൾ ഒരു കുഴപ്പമില്ലാതെ ജനിച്ച കുഞ്ഞാണ്. 1.5 വയസ്സായപ്പോൾ ഒരു ദിവസം രാവിലെ കുഞ്ഞെണീറ്റപ്പോൾ കുഞ്ഞിൻ്റെ 2 കൃഷ്ണമണി 2 ലൊക്കേഷനിലാണ് നിൽക്കുന്നത്. അതായത് ഒരു സ്പോട്ടിലേക്ക് നോക്കുമ്പോൾ കോങ്കണ്ണ്, ശരിക്കും അത് മനസ്സിലാക്കാൻ പറ്റും. 2.5 വയസ്സ് തൊട്ട് ഞാൻ ഈ കുഞ്ഞിനെ തിരുവനന്തപുരം തൊട്ട് അങ്കമാലി വരെ ഇനി കാണിക്കാൻ ഹോസ്പിറ്റലുകൾ ഒന്നും തന്നെയില്ല. എല്ലാ ഡോക്ടർമാരും ഒരേ സ്വരത്തിൽ പറഞ്ഞു കൊച്ചിന് സർജറി വേണമെന്ന്. അങ്ങനെ ഞാൻ 2013 സെപ്റ്റംബർ മാസം മനസ്സില്ലാ മനസ്സോടെ എൻ്റെ കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ ഞാൻ ഫിക്സ് ചെയ്തു, ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടുണ്ട് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ. പക്ഷേ അപ്പോഴും എനിക്ക് മനസ്സുണ്ടായിരുന്നില്ല. പക്ഷേ ഒരാഴ്ച മുമ്പ് എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വന്നു, നിങ്ങൾക്ക് പറഞ്ഞ ഡേറ്റിൽ നിങ്ങളുടെ ഓപ്പറേഷൻ നടക്കത്തില്ല, ഡോക്ടർ ഏതോ കോൺഫറൻസിന് പോവാണ്, നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ഇനി ഒരു ഡേറ്റ് എടുക്കാൻ പറഞ്ഞു. അന്ന് ഞാൻ തീരുമാനിച്ചു, ഇനി ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ ഓപ്പറേഷൻ ഞാൻ നടത്തത്തില്ല. കാരണം എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണിന് മാത്രമേ കുഴപ്പമുള്ളൂ, ഇതിനെക്കാട്ടി കുഴപ്പമുള്ള വേറെ എത്രയോ കുട്ടികളുണ്ട്. ഈ കുഞ്ഞിനെ ഞാൻ മനസ്സുകൊണ്ട് ഞാൻ അംഗീകരിച്ചു, അവൻ്റെ എന്ത് കുറവുകളും ഞാൻ അംഗീകരിച്ചു, ഞാനായിട്ട് ഇനി ഓപ്പറേഷൻ മുതിരത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ മെയ് മാസം 28-ാം തീയതി ഞാൻ വിദേശത്തേക്ക് പോകാൻ വേണ്ടി അച്ഛനെ തലത്തോട്ട് പ്രാർത്ഥിക്കാൻ വന്ന സമയത്താണ് അച്ഛൻ ഇവനെ കാണുന്നതും. പെട്ടെന്ന് തന്നെ അച്ഛൻ പറഞ്ഞു, ഇവൻ എന്തിനാണ്
കണ്ണാടി വെച്ചിരിക്കുന്ന കണ്ണാടി മാറ്റാൻ പറഞ്ഞു. അങ്ങനെ കണ്ണാടി എടുത്ത് മാറ്റി അച്ഛൻ 2 കണ്ണിലും വെച്ച് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഞാൻ തന്ന ഉടമ്പടി എടുത്തതല്ലേ, ഉടമ്പടി തായാലും 2 കണ്ണിലും രാത്രി കുരിശുവരയ്ക്ക് ശേഷം പെരട്ടിക്കൊള്ളാൻ പറഞ്ഞു. കുരിശ് വരച്ച് അങ്ങനെ ഞാൻ ഇവിടുന്ന് ബസ് കയറി ഞാൻ വീട്ടിൽ ചെന്നു. അരമണിക്കൂർ പോലും ആയില്ല. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ മോൻ പറഞ്ഞു, അമ്മ എൻ്റെ കണ്ണിലൊന്നും എനിക്ക് കാണാൻ പറ്റില്ല, മൊത്തം മൂടലാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കണ്ണാടി എടുത്ത് മാറ്റാൻ പറഞ്ഞു. കണ്ണാടി മാറ്റി ഞാൻ ഇപ്പം എങ്ങനെ ഉണ്ടെന്ന് വെച്ചപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല അമ്മ, ഇപ്പം എനിക്ക് എല്ലാം ക്ലിയർ ആണെന്ന് പറഞ്ഞു.